السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു മൽനൂമായിരുന്നു അല്ലേ. ആനി അർ-റുആത്ത് എന്ന് പറയുന്ന ഒരു കവിതയായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു കവിതയുടെ ആശയമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അൽയൗം നദ്റുസു അനിശ്ശാഇരി ഹാദിഹിൽ മൽനൂം, ഈ ഒരു കവിതയുടെ ഷാഇറിനെ കുറിച്ച്, ആ ഒരു കവിത എഴുതിയിട്ടുള്ള കവിയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആരാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് എന്ന് നോക്കൂ. മനുഷ്യായിർ, ആരാണ് കവി? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഷാബി അല്ലേ. അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഷാബി, അബുൽ ഖാസിം അഷാബി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടാറുള്ളത് കേട്ടോ. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അഷാഇർ, ഷാഇർ മാന എന്താണ്? കവി എന്നാണ് അല്ലേ. അബുൽ ഖാസിം ബിൻ മുഹമ്മദ് ഷാബി, അതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഷാഇറുൻ തുനീസിയുൻ വലിദ ബിഖറിയത്തി അഷാബിയ സന 1909 മീലാദിയ. درس علومه الأولى في المدارس التقليدية. حفظ القرآن في عمره التاسع. درس في كلية الحقوق التونسية. ترك تراثا فخمة من الشعر في مدة وجيزة. جمعت أشعاره في ديوان أغاني الحياة ونشرت بعد وفاته. توفي سنة 1934 ميلادية وعمره لم يتجاوز 25 عاما. എന്താണ് അവിടെ പറയുന്നത് എന്ന് നോക്കൂ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഷാബി എന്നാണ്. ഷാഇറുൻ തുനീസിയൻ, അദ്ദേഹം ഒരു തുനീഷ്യൻ കവിയാണ്, തുനീഷ്യക്കാരനായിട്ടുള്ള കവിയാണ്. വലിദ, അദ്ദേഹം ജനിച്ചത് ബിഖറിയത്തി അഷാബിയ, ഷാബിയ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ക്രിസ്താബ്ദം 1909 ഷാബിയ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഈ ഷാബിയ എന്ന് പറയുന്നത് എവിടെയുള്ള ഗ്രാമമായിരിക്കും? തുനീഷ്യയിലുള്ള ഒരു ഗ്രാമമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ദറസ, അദ്ദേഹം പഠിച്ചു. ഉലൂമഹു അൽ ഊല, അദ്ദേഹത്തിൻ്റെ ആദ്യ പഠനങ്ങൾ. ഉലൂമഹു, അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ. അൽ ഊല, ആദ്യത്തെ. ഫിൽ മദാരിസി, മദാരിസ് എന്ന് പറയുന്നത് മദ്രസത്ത് എന്നതിന് ജംആണ് മദാരിസ് എന്ന് പറയുന്നത്. അത്തഖ്ലീദിയ, മദാരിസ് തഖ്ലീദിയ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത സ്കൂളുകളിലാണ് അദ്ദേഹം പഠിച്ചത് എന്നാണ്. ഹഫിദൽ ഖുർആന, അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി. ഫി ഉംരിഹി അത്താസ, അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ. ഫി ഉംരിഹി, അദ്ദേഹത്തിൻ്റെ വയസ്സിൽ. അത്താസ്യ, 9ാമത്തെ വയസ്സിൽ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി. ദറസ, അദ്ദേഹം പഠിച്ചു. ഫി കുല്ലിയത്തുൽ ഹുഖൂഖ്, കുല്ലിയത്തുൽ ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ നിയമ കോളേജ്, ലോ കോളേജ് എന്നാണ്. അത്തുനീസിയ, തുനീഷ്യയിലെ ലോ കോളേജിൽ അദ്ദേഹം പഠിച്ചു. തറക്ക, അദ്ദേഹം ഉപേക്ഷിച്ചു. തുറാസൻ ഫഹ്മത്തൻ, തുറാസ് എന്ന് പറഞ്ഞാൽ പൈതൃകം എന്നാണ് തുറാസ് എന്ന് പറഞ്ഞാൽ. ഫഹ്മത്ത് എന്ന് പറഞ്ഞാൽ വലിയത് അല്ലെങ്കിൽ ധാരാളം എന്നുള്ള അർത്ഥത്തിലാണ് ഫഹ്മത്ത് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ധാരാളം പൈതൃകത്തെ അഥവാ ധാരാളം ഓർമ്മകളെ അദ്ദേഹം ഉപേക്ഷിച്ചു. മിനശ്ശിഅരി, കവിതയിൽ നിന്നും. ഷിഅർ, കവിത. ഫി മുദ്ദത്തിൻ വജീസത്തിൻ, ഒരു കുറഞ്ഞ കാലത്ത്, ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ, അതായത് അദ്ദേഹം വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. ആ ഒരു കുറഞ്ഞ കാലഘട്ടം അദ്ദേഹം ജീവിച്ചിട്ടുള്ളെങ്കിൽ പോലും ഒരുപാട് കവിതകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ചുരുങ്ങിയ കാലത്തിലാണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കവിതയിൽ ധാരാളം സ്മരണകൾ, ധാരാളം പൈതൃകങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ജുമിഅത്ത് അഷ്ആറുഹു, ജുമിഅത്ത് ക്രോഡീകരിക്കപ്പെട്ടു, ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അഷ്ആറുഹു, അദ്ദേഹത്തിൻ്റെ കവിതകൾ ശേഖരിക്കപ്പെട്ടു അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ടു. ഫി ദീവാനിൻ, ഒരു കവിതാ സമാഹാരമായിക്കൊണ്ട്. ദീവാൻ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം എന്നാണ്. അതിൻ്റെ പേരാണ് ആനി അൽ ഹയാത്ത് എന്ന് പറയുന്നത്. ആനി അൽ ഹയാത്ത് എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ളത്. മനുഷ്യറത്ത്, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു.
അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ബാദ വഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തൂഫിയ, അദ്ദേഹം മരണപ്പെട്ടു. സെന 1934 അദ്ദേഹം മരണപ്പെടുന്നത്. 1909 ജനിച്ചു, 1934 അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരിക്കും മരണപ്പെടുന്ന സമയത്ത്? ഉംറുഹു, അദ്ദേഹത്തിൻ്റെ വയസ്സ് ലം യതജാവസ്, അത് വിട്ട് കടന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അഥവാ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. എത്രയാണ്? 25 ആമൻ, അല്ലേ? 25 വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പേ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതിന് താഴെയായിക്കൊണ്ട് മളുമൂൻ ഷിഅർ, ആ ഒരു കവിതയുടെ കണ്ടന്റ് എന്താണ് ആ ഒരു കവിതയിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ് അവിടെ ഓരോ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കവിതയുടെ ആശയം, ഓരോ വരിയുടെയും ആശയം എന്താണ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. جاء الصبح وانتشر الله وكأنه يعني ويوقن الحياة الناعمة. അതാണ് ഒന്നാമത്തത് കൊടുത്തിട്ടുള്ളത് അല്ലേ. ജാ അസുബുഹു, പ്രഭാതം വന്നു. വൻതഷറല്ലാഹു, അങ്ങനെ പ്രകാശം പരന്നു. ഇൻതഷറ എന്ന് പറഞ്ഞാൽ പരന്നു, വ്യാപിച്ചു എന്നാണ്. വകഅന്നഹു, അത് ആയതുപോലെയുണ്ട്. യു അന്നി, പാട്ട് പാടുന്നത് പോലെയുണ്ട്. വയൂഖിനുൽ ഹയാത്തൻ നായിമ, ഉറങ്ങിക്കെടുക്കുന്നതായ ജീവിതത്തെ ഉണർത്തിക്കൊണ്ട് പാട്ടുപാടുന്നത് പോലെയുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു പ്രഭാതത്തിലെ ആ ഒരു പ്രകാശം പരക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ജീവിതത്തെ ഉണർത്തുന്നത് പോലെയുണ്ട് എന്നാണ്. രണ്ടാമത്തേത് നോക്കൂ. കാനത്തി തിലാലു ഹാദിയത്തൻ കഅന്നഹാ തഹിലു മുതഅത്തിലിൽ അസ്വാനിൽ മുതമാഇല എന്നാണ് അല്ലേ. കാനത്തിൽ തിലാലു എന്താണ്? കുന്നിൻ ചെരുവുകൾ അത് ആയിത്തീർന്നിട്ടുണ്ട്. ഹാദിയത്തൻ, ശാന്തമായി തീർന്നിട്ടുണ്ട് എന്നാണ്. കഅന്നഹ, അത് ആയതുപോലെയുണ്ട്. തഹ്ലുമു, സ്വപ്നം കാണുന്നത് പോലെയുണ്ട്. തഹ്ത നില്ലിൽ അസ്വാനിൽ മുതമാഇല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതായ മരക്കൊമ്പുകളുടെ തണലിൽ, ഇളകി ആടിക്കൊണ്ടിരിക്കുന്ന മരക്കൊമ്പുകളുടെ തണലിന് താഴെയായിക്കൊണ്ട് അല്ലേ. എന്താണ്? കുന്നിൻ ചെരുവുകളൊക്കെ തന്നെ സ്വപ്നം കാണുന്നത് പോലെയുണ്ട് എന്നാണ്. നസീമുൽ സ്വബാഹി യഹുസ്സു ഔറാഖൽ സുഹൂരിൽ യാബിസ ഫതതഹറകു കഅന്നഹാ തർഖുസു. അതാണ് മൂന്നാമത്തത് കൊടുത്തിട്ടുള്ളത്. നസീമു സ്വബാഹി, രാവിലത്തെ ആ ഒരു ഇളം കാറ്റ്, അതാണ് നസീം എന്ന് പറയുന്നത്. രാവിലെ ഉണ്ടാകുന്ന ആ ഒരു ഇളം കാറ്റ്. യഹുസു, അതെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കുലുക്കുന്നുണ്ട് എന്നാണ്. ഔറാഖൽ സുഹൂരി, പൂക്കളുടെ ഇലകളെ. ഔറാഖൽ സുഹൂരി, പൂക്കളുടെ ഇലകളെ. എങ്ങനെയുള്ളതാണ്? അൽ യാബിസത്തി, ഉണങ്ങിയതായ ഇലകളെ. ഫതതഹറകു, അപ്പോൾ അതിങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നു. കഅന്നഹ, അത് ആയതുപോലെയുണ്ട്. തർഖുസു, നൃത്തം ചെയ്യുന്നത് പോലെയുണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു പൂക്കളുടെ ഇലകൾ അത് എന്താണ്? ഇങ്ങനെ ഇളകുന്ന സമയത്ത് അത് നൃത്തം ചെയ്യുന്നത് പോലെയുണ്ട് എന്നാണ്. അടുത്തത് നോക്കൂ. അഷിഅത്തു ഷംസി, സൂര്യൻ്റെ കിരണങ്ങൾ. തൻതഷിറു, അതിങ്ങനെ വ്യാപിക്കുന്നു, അതിങ്ങനെ പരക്കുന്നു. ഫയൽഹറു നൂറു, അപ്പോൾ പ്രകാശം പ്രകടമാകുന്നു, പ്രകാശം വെളിവാകുന്നു. ഫിൽ അർജാ ഇൽ മുസ്ലിമ, ഇരുട്ട് മൂടിയതായ. അർജ എന്ന് പറഞ്ഞാൽ പ്രദേശങ്ങൾ എന്നാണ്. ഇരുട്ട് മൂടിയ പ്രദേശങ്ങളിലേക്ക് ആ ഒരു സൂര്യൻ്റെ വെളിച്ചം അതിങ്ങനെ വ്യാപിക്കുകയും ചെയ്യുന്നു. യഅതി അസ്വബാഹു, പ്രഭാതം വരുന്നു. ബിബഹാഇഹി വ ജമാലിഹി, അതിൻ്റെ ഭംഗി കൊണ്ട്. ബഹ എന്ന് പറഞ്ഞാൽ ജമാൽ എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം. വയുസൈഇനു, അങ്ങനെ അലങ്കരിക്കുന്നു, അലങ്കൃതമാക്കുന്നു. അൽ കൗന, പ്രപഞ്ചത്തെ അലങ്കരിക്കുകയും ചെയ്യുന്നു. ബിൽ ജമാലി, ഭംഗി കൊണ്ട് പ്രപഞ്ചത്തെ അത് അലങ്കരിക്കുകയും ചെയ്യുന്നു എന്നാണ്. അടുത്തത് നോക്കൂ. മആ ശുറൂഖി ഷംസി, സൂര്യൻ ഉദിക്കുന്നതോടൊപ്പം തന്നെ. തഫത്തഹത്തിൽ അസ്ഹാറു, പൂക്കളൊക്കെ വിരിയുന്നു. തഫത്തഹ എന്ന് പറഞ്ഞാൽ വിരിയുന്നു എന്നാണ്. അൽ അസ്ഹാർ, പൂക്കൾ വിരിയുന്നു. വഒറദത്തി തുയൂറു, പക്ഷികൾ പാട്ട് പാടുന്നു. ഒറദ എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക എന്നാണ്. അത്തുയൂറു, പക്ഷികൾ. തറാഖസത്തിൽ അംവാജു, തറാഖസ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നു എന്നാണ്. അൽ അംവാജു, തിരമാലകൾ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു.
യഖൂലു ഷാഇർ കവി പറയുന്നു ഇന്നൽ ആലമ തീർച്ചയായും ലോകം കുല്ലഹു ലോകം മുഴുവനും ഇസ്തയഖല അത് ഉണർന്നു ഇസ്തയഖല ഉണർന്നു വയുഅന്നി എന്നിട്ട് പാട്ടുപാടുകയും ചെയ്യുന്നു ആനി അൽ ഹയാത്തിൽ ജദീദ പുതിയൊരു ജീവിതത്തിൻ്റെ പാട്ട് ആ ഒരു പുതു ജീവിതത്തിൻ്റെ പാട്ട് പാടുകയും ചെയ്യുന്നു എന്നാണ് يطلب الراعي من علمه أن تستيقظ وتخرج إلى المراعي يطلب الراعي കവി റായി എന്ന് പറഞ്ഞാൽ ആട്ടിടയൻ എന്നാണ്. ആട്ടിടയൻ ആവശ്യപ്പെടുന്നത് എന്താണ്? മിൻ ഓനമിഹി അദ്ദേഹത്തിൻ്റെ ആടുകളോട് ആവശ്യപ്പെടുന്നത് അൻതസ്തൈഖില അവർ ഉണരുവാനാണ്. വതഖ്റുജ എന്നിട്ട് പുറപ്പെടുവാനാണ്. ഇലൽ മറാഇ മറാഇ എന്ന് പറഞ്ഞാൽ ആടുകൾ അവരുടെ ആ ഒരു മേച്ചിൽ സ്ഥലമുണ്ടല്ലോ, പുല്ലൊക്കെ മേഞ്ഞ് തിന്നുന്ന സ്ഥലം, അതിനാണ് മറാഇ എന്ന് പറയുന്നത്. തആലി മഈ നിങ്ങൾ എൻ്റെ കൂടെ വരൂ. യാ ഷിയാഹി എൻ്റെ ആടുകളെ നിങ്ങൾ എൻ്റെ കൂടെ വരൂ. നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം. നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം. ബിത്തൊബിഅതി പ്രകൃതിയെ നമുക്ക് ആസ്വദിക്കാമെന്നാണ്. മഅ അസ്റാബിൽ തുയൂരി പക്ഷിക്കൂട്ടങ്ങളോടൊപ്പം നമുക്ക് പ്രകൃതിയെ ആസ്വദിക്കാം. യദ്ഉർ റാഇ ഗനമഹു യദ്ഉർ റാഇ ആ ഒരു ആട്ടിടയൻ വിളിക്കുന്നത് വനമഹു അദ്ദേഹത്തിൻ്റെ ആടുകളെ വിളിക്കുന്നത് ലി ഇഹ്യാഇൽ വാദി ആ ഒരു താഴ്വരയെ ജീവസുറ്റതാക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട്? ബി അസ്വാത്തിഹ അവയുടെ ശബ്ദം കൊണ്ട്. അസ്വാത്ത് ശബ്ദങ്ങൾ കൊണ്ട്, ആ ഒരു ആടുകളുടെ ശബ്ദം കൊണ്ട് ആ ഒരു താഴ്വരയെ ജീവസുറ്റതാക്കുവാൻ വേണ്ടിയിട്ടാണ് കവി വിളിക്കുന്നത്. വതംതലി ഉൽവാദി തംതലി അതോടൊപ്പം തന്നെ നിറക്കുവാനും അൽവാദി താഴ്വരയെ ഫറഹൻ സന്തോഷവും വന്നഷോത്തൻ ഉന്മേഷം കൊണ്ടും സന്തോഷം കൊണ്ടും ആ ഒരു താഴ്വരയെ നിറക്കുവാനുമാണ് കവി വിളിക്കുന്നത് എന്നാണ്. യാഷിയാഹു അല്ലയെ ആട്ടിൻകൂട്ടമേ യാഷിയാഹു അല്ലയോ ആട്ടിൻകൂട്ടമേ നസ്തംതിഉ നമുക്ക് ആസ്വദിക്കാം. ബിസൗത്തി സവാഖി ആ ഒരു ജലതരംഗങ്ങളുടെ അല്ല ആ ഒരു വെള്ളത്തെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, അതാണ് സവാഖി എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ആ ഒരു ശബ്ദം കൊണ്ട് ആ ഒരു ശബ്ദത്തെ നമുക്ക് ആസ്വദിക്കാമെന്നാണ്. വനഷുമ്മു നമുക്ക് വാസനിക്കാം. ഐത്തറൽ അസ്ഹാരി പൂക്കളുടെ സുഗന്ധം ആ പൂക്കളുടെ ഗന്ധം നമുക്ക് അതിങ്ങനെ വാസനിക്കുകയും ചെയ്യാം, മണക്കുകയും ചെയ്യാം എന്നാണ്. നെല്ലുറു നമുക്ക് നോക്കാം. വനതമത്തോ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ബിജമാലിൽ വാദി ആ ഒരു താഴ്വരയുടെ ഭംഗിയെ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ജമാലിൽ വാദി എന്ന് പറഞ്ഞാൽ താഴ്വരയുടെ ഭംഗി, വാദാണ് താഴ്വര എന്ന് പറയുന്നത്. വഖദ് ഒഷാഉ എങ്ങനെയുള്ള താഴ്വരയാണ്? വഖദ് തീർച്ചയായും, ഒഷാഹു ആ ഒരു താഴ്വരയെ മൂടിയിട്ടുണ്ട്. ഒഷ എന്ന് പറഞ്ഞാൽ മൂടിക്കളയുക എന്നാണ്. അസ്സഹാബു സഹാബ് കാർമേഘം, അൽ ഹഫീഫു നേരിയ അല്ലെ ചെറിയ നേരിയ കാർമേഘങ്ങൾ ആ ഒരു താഴ്വരയെ മൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർമേഘങ്ങൾ മൂടിയിട്ടുള്ളതായ ആ ഒരു താഴ്വരയുടെ ഭംഗിയെ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം, അതിലേക്ക് നമുക്ക് നോക്കുകയും ചെയ്യാമെന്നാണ്. ഇത്രയുമാണ് അവിടെ കവിതയുടെ ആശയമായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി താഴെയായിക്കൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുള്ളത് കാണാം. നുറാജികൾ മല്ലൂമ വനുജീബു അതായത് ആ ഒരു കവിതയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നുറാജി ഉൽ മല്ലൂമ നമുക്ക് ആ ഒരു കവിതയിലേക്ക് മടങ്ങാം. വനുജീബു എന്നിട്ട് നമുക്ക് ഉത്തരം പറയാമെന്നാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. കൈഫ അക്ബല സുബ്ഹു പ്രഭാതം എങ്ങനെയാണ് വരുന്നത് എന്നാണ്. നമ്മുടെ ആ ഒരു കവിതയുടെ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഭാതം എന്താണ്? ഉറങ്ങിക്കിടക്കുന്ന ജീവിതത്തെ അല്ലെ ഉറങ്ങിക്കിടക്കുന്ന ജീവനുകളെ ഉണർത്തിക്കൊണ്ടാണ് പ്രഭാതം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കവിതയുടെ ആ ഒരു ആശയത്തിൽ നിന്നും അതിൻ്റെ ആൻസർ എടുക്കാൻ പറ്റും. അതിൽ ആ ഒരു ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കൂ, ഇവിടെ കൊടുത്തത് നോക്കൂ. ഓക്കെ എന്നഹു യുഅന്നി വയൂഖിലുൽ ഹയാത്തൻ നാഇമ ഉറങ്ങിക്കിടക്കുന്നതായ ആ ജീവിതത്തെ ഉണർത്തിക്കൊണ്ട് പാട്ട് പാടുന്നത് പോലെയാണ് പ്രഭാതം വരുന്നത് എന്നാണ്. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ ആൻസറായിട്ട് എഴുതേണ്ടത്.
രണ്ടാമത്തെ ചോദ്യം, മൻ തഹ്ലുമു തഹ്തൽ ആസോനി. ആ ഒരു മരക്കൊമ്പുകൾക്ക് താഴെയായിക്കൊണ്ട് ആരാണ് സ്വപ്നം കാണുന്നത് എന്നാണ്. ആരായിരുന്നു? നമ്മുടെ ഒരു കവിതയിൽ കാണാൻ പറ്റും, വർറുബ തഹ്ലൂമു ഫീ ദില്ലിൽ ഉസൂനിൽ മാഇസത്തി, അല്ലേ? എന്താണ്? ആടിക്കൊണ്ടിരിക്കുന്നതായ മരക്കൊമ്പുകൾക്ക് താഴെ റുബ ആണ്. റുബ എന്ന് പറഞ്ഞാൽ എന്താണ്? കുന്നിൻ ചെരുവുകൾ. കുന്നിൻ ചെരുവ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതേണ്ടത് റുബ എന്നാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ, കൈഫ് തുറ ഔറാഖുൽ സുഹൂരി. ആ ഒരു പൂക്കളുടെ ഇലകൾ അത് എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നാണ്. നമുക്ക് ആ ഒരു കവിതയുടെ ആശയത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മൂന്നാമതായിക്കൊണ്ട് നോക്കൂ, നസീമു സ്വബ യഹുസു ഔറാഖുൽ സുഹൂരിൽ യാബിസ, അല്ലേ? ഫതതഹറകു കഅന്നഹ തർഖുസു. അതാണ് അവിടെ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. തതഹറകു കഅന്നഹ തർഖുസു, അതായത് നൃത്തം ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് ആ ഒരു പൂക്കളുടെ ഇലകളെ കാണപ്പെടുന്നത്. ഒരു തതഹറകു മുതലാണ് നിങ്ങൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നാലാമത്തെ ചോദ്യം നോക്കൂ, ഐന യൻഷുറു സുബ്ഹു നൂറഹു. എവിടെയാണ് സുബഹ്, അല്ലെ, പ്രഭാതം അതിൻ്റെ പ്രകാശത്തെ വ്യാപിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരത്തുന്നത് എന്നാണ്. എവിടെയായിരുന്നു? ഇരുട്ട് മൂടിയ പ്രദേശങ്ങളിൽ എന്നായിരുന്നു ഉത്തരം വരുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ നാലാമത്തെ ആ ഒരു ആശയം കൊടുത്തിട്ടുള്ളത് നോക്കൂ, അതിഷംസി തൻതിഷിറു ഫയൽഹർ നൂറു, അതിനുശേഷം ഫിൽ അർജ ഇൽ മുലിമ. അതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇരുട്ട് മൂടിയ പ്രദേശങ്ങളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അഞ്ചാമത്തെ ചോദ്യം, മൻ യതഅന്ന ബി ഉൻഷൂദത്തിൽ ഹയാത്തി. ആരാണ് ആ ഒരു പൊതുജീവിതത്തിൻ്റെ പാട്ട് പാടുന്നത് എന്നാണ്. മൻ യതഅന്ന, ആരാണ് പാട്ട് പാടുന്നത്? ബി ഉൻഷൂദത്തിൽ ഹയാത്തി, പൊതുജീവിതത്തിൻ്റെ എന്നാണ്. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, യഖൂലു ഷാർ ഇന്നൽ ആലമ കുല്ലഹു ഇസ്തയഖല വയുഅന്നി ആനിൽ ഹയാത്തിൽ ജദീദ. അതായത് ലോകം മുഴുവൻ ഉണർന്നു ആ ഒരു പൊതുജീവിതത്തിൻ്റെ പാട്ട് പാടുന്നു എന്നാണ്. അപ്പം ഇന്നൽ ആലം, ആലമാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൽ ആലമ മുതൽ അൽ ഹയാത്തിൽ ജദീദ വരെ നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതാം. അടുത്ത ചോദ്യം നോക്കൂ, മൻ യുനാദി ഷാഇറു. കവി ആരെയാണ് വിളിക്കുന്നത് എന്നാണ്. ആരെയായിരുന്നു കവി വിളിക്കുന്നുണ്ടായിരുന്നത്? കവിയുടെ അദ്ദേഹത്തിൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ ആയിരുന്നു, അല്ലേ? അപ്പം നിങ്ങൾക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റും? യുനാദി ഷാഇറു ഷിയാഹു എന്നെഴുതാം. അടുത്ത ചോദ്യം നോക്കൂ, മാതാ യത്ലുബു ഷാഇർ. എന്താണ് കവി ആവശ്യപ്പെടുന്നത്? മിന ഷിയാഹി, ആ ആട്ടിൻകൂട്ടങ്ങളോട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്നാണ്. എന്തായിരുന്നു കവി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്? മൂന്നാമത്തെ ആശയമായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ ഒരു മേച്ചിൻ സ്ഥലങ്ങളിലേക്ക്, പുല്ലൊക്കെ തിന്നുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് പുറപ്പെടുവാൻ വേണ്ടിയിട്ടായിരുന്നു കവി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എട്ടാമത്തെ ചോദ്യം നോക്കൂ, മാതാ യംതലിഉ ഫിൽ വാദി. എന്താണ് താഴ്വരയിൽ നിറക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിറയുന്നത് എന്നാണ്. എന്തായിരുന്നു അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? ആ ഒരു ആട്ടിൻകൂട്ടങ്ങളുടെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ശബ്ദം, അല്ലേ? അതാണ് താഴ്വരയിൽ നിറയുന്നത് എന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? യംതലിഉ ഫിൽ വാദി അസ്വാത ഷിയാഹി ബിൽ ഫറഹി വസ്സുറൂരി എന്നെഴുതിയാൽ മതി. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ആ ഒരു കവിതയെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ടീച്ചറോട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കവിതയുടെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.